ആയുധമുണ്ടോ? IPM ശമ്പളം വാങ്ങിക്കുന്നത് ശശി പറഞ്ഞിട്ട് വന്നോനാ ഒരു എസ് ഐ. അവൻ ഇവിടുന്ന് മാറാതെ സമരം ചെയ്യത്തില്ല. നിങ്ങൾ അവന്റെ ഫേസ്ബുക്കിൽ ഇപ്പൊ നോക്കണം. നിങ്ങൾ അവന്റെ ഫേസ്ബുക്കിൽ ഇപ്പൊ നോക്കിയാൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ബുള്ളറ്റിക്കിറങ്ങുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. ബുള്ളറ്റിക്കിറങ്ങുന്ന ജിജു, എസ് ഐ ജിജു, ആ ജിജു അവനാണ് ഇവിടെ പ്രശ്നമാക്കിയത്. അവൻ ഡിവൈഎഫ്ഐക്കാരാണ്. അവൻ AKG ശമ്പളം മേടിക്കണം. അവനാണ് പ്രശ്നമാക്കിയത്. അവനെ മനഃപൂർവ്വം വിട്ടതാണ് ഞങ്ങളെ അടിക്കാൻ. ഇവിടെ എല്ലാ തരത്തിലും അക്രമമുള്ള നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. ഞങ്ങളുടെ കയ്യിലൊരു ആയുധമില്ല. ഒരു കല്ല് ഇവിടെ വന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുണ്ടല്ലോ, ഒരു കല്ല് വന്നിട്ടുണ്ടോ? അടിക്കാനല്ലേ തീരുമാനിച്ചാൽ അടിക്കട്ടെ, അടിച്ച് തീർക്കട്ടെ, ബാക്കി അന്നേരം നോക്കാം. ഞങ്ങൾ ഈ രണ്ട് ലാത്തി അവന്റെ ഉണക്ക ഷീൽഡും വെച്ച് ഞങ്ങൾ ഇങ്ങനെ തീർക്കാൻ ഓർത്താണ് ഇരിക്കണേ. അങ്ങ് തീർക്കട്ടെ. തലയടിച്ചു പൊളിച്ചാൽ ഞങ്ങളങ്ങ് നിർത്തുവോ? നിർത്താൻ അവന്റെ വീട്ടിൽ അങ്ങനെ ഓർക്കില്ല പോണില്ല. ആ എസ് ഐ ജിജു എന്ന് പറഞ്ഞ അതിനെ കേറാണെന്ന് മൈക്ക് അപ്പൊ ഇത് നോക്കിയത് എന്താ നോക്കിയത്? പോലീസ് നേരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉന്നയിച്ചത്. പോലീസ് ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചു. ഒരു SI ജിജു എന്ന SI ക്രൂരമായി മർദ്ദിച്ചു, അബിൻ വർക്കിയെ മർദ്ദിച്ചു എന്നാണ് ആരോപിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ കാണുന്നത്. അബിൻ വർക്കിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. രണ്ട് ബോക്സിൽ ഒരിടത്ത് കാണാൻ കഴിയുന്നത് തത്സമയ ദൃശ്യമാണെങ്കിൽ അതോടൊപ്പം തന്നെ അബിൻ വർക്കിയെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും കാണാൻ കഴിയും. ഡാൻ കുര്യനിലേക്ക് ഡാൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അബിൻ വർക്കി പോലീസ് നേരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സമരം അവസാനിപ്പിക്കില്ല, CPM-മായി ബന്ധമുള്ള ചില പോലീസുകാർ അവിടെ നിന്നും പിരിഞ്ഞു പോയില്ലെങ്കിൽ സമരം അവസാനിപ്പിക്കില്ല, കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണോ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്? മണിക്കൂറാകുന്നു ഈ പ്രതിഷേധം തുടങ്ങിയിട്ട്. ഇപ്പോൾ പരിക്കേറ്റ പോലീസിന്റെ പോലീസ് നടപടിക്കിടയിൽ പരിക്കേറ്റ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ MG റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പക്ഷേ ഒരു തവണ മാത്രമാണ് പോലീസ് പ്രവർത്തകരെ വിരട്ടിയോടിക്കുന്ന തരത്തിൽ ലാത്തിചാർജ് നടത്തിയത്. അതിനുശേഷം ചിതറിയോടിയ പ്രവർത്തകർ പല വഴിയായി പോയിട്ടുണ്ട്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ MG റോഡിൽ കുത്തിയിരിക്കുന്നത്. അവർക്ക് നേരെയാണ് പോലീസിന്റെ ഭാഗത്ത് ഈ നടപടി ഉണ്ടായത്. അതിനിടയിലാണ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റത്. അബിനെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ആംബുലൻസ് അടക്കം സമീപത്തെ പോലീസ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവനിപ്പോൾ അവിടെ നിന്ന് നീങ്ങാൻ തയ്യാറാകാതെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും 1:15 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് അത് ഇവിടേക്ക് എത്തുന്നത്, സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് 1 മണിക്കൂർ നീളം പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടാകുന്നത്. സ്വാഭാവികമായും 1 മണിക്കൂർ നീണ്ട പ്രതിരോധത്തിന് ശേഷമാണ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയത്. വലിയ പ്രതിഷേധം പ്രവർത്തകരും പോലീസും തമ്മിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും പോലീസിന്റെ ബസ്സിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന കാഴ്ചയാണ്. അത് ചെറുക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ശ്രമമാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ തുടർച്ചയായി വാക്കേറ്റത്തിലേക്കും തർക്കത്തിലേക്കും ഉന്തും തള്ളിലേക്കുമൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്.